ഗൈസ്, അടുത്തതായി ഒരു കൊച്ചു മോളുടെയും അമ്മൂമ്മയുടെയും വീഡിയോ ആണ്. വൈറലായ വീഡിയോ നമുക്കിത് കണ്ടിട്ട് വരാം. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയെ? എന്താ പറഞ്ഞിട്ടാണോ? അടപ്പായിരിക്കുന്ന കറി നോക്കണമെന്ന് പറഞ്ഞായിരുന്നോ? എപ്പോ പറഞ്ഞ? ഞാൻ കേട്ടില്ലല്ലോ. നീ കേൾക്കത്തില്ലല്ലോ. നിന്നോട് വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലേ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നീ മുങ്ങും. അതാ ഞാൻ ഉടായിപ്പാണല്ലോ നിന്റെ. എന്റെ അമ്മൂമ്മ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മൂമ്മയ്ക്ക് എന്നെ നോക്കിയാ പോരായിരുന്നു. എന്തിനാണ് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ? ഇങ്ങോട്ട് കണ്ടാമ്മേ, ഇനി നമ്മളൊരു പൊളിക്കും. ലച്ചു, നിനക്കൊരു കാര്യം അറിയോ? ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾക്ക് എന്നോട് ഭയങ്കര അസൂയടി. അത് മാത്രോ, കുഴിപ്പളത്തിന്റെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, വണ്ടർ അടിച്ചാ നിക്കണേ. കുറെ നാളും കൊണ്ട് വിചാരിക്കുന്നു വൈറലാവണം. ഇപ്പൊ ആയല്ലോ. അമ്മൂമ്മ, അടുത്ത നമ്മൾ എന്ത് കണ്ടന്റ് ഉണ്ടാക്കും? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടേ അത് ശരിയായില്ലെന്നും പറഞ്ഞോട് വഴക്കിട്ടാലോ? അത് ശരിയാവൂല. നമ്മൾ നേരത്തെ ചെയ്തത് ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞുള്ള വഴക്കല്ലേ. ഇനിയും അത് തന്നെ ചെയ്ത് തന്നെ ആൾക്കാർ പറയും റിപ്പീറ്റ് ആണെന്ന്. വേറെ എന്തെങ്കിലും കണ്ടന്റ് കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ ഇഷ്ടം പോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു വഴക്കുണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം നടക്കുന്നില്ല. ശരിയാണല്ലേ? എന്താണോ അങ്ങനെ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആലോചിക്ക്, കിട്ടും. അമ്മൂമ്മയെ കൂടെ ഒന്ന് ആലോചിക്കും. ഞാൻ ആലോചിക്കുമല്ലയോ? എന്ത് ലച്ചു, പേപ്പറും പേനയൊക്കെ ആയിട്ട്? അല്ല, പുതിയ വല്ല കണ്ടന്റ് കിട്ടുവാണെങ്കിൽ അപ്പൊ തന്നെ എഴുതി വെക്കാലോ. കണ്ടന്റ് മാത്രം കിട്ടിയില്ല, പക്ഷെ ചാനലിലിടാനുള്ള പേര് കിട്ടി. എന്തുവാ? വഴക്കാളികൾ. കൊള്ളാം. എന്താ നിനക്കൊരു പുച്ഛം? അല്ല, കൊള്ളാം. എടേ, അടുത്ത നിങ്ങളെ പെർഫോമൻസ് വീഡിയോയിലെ എന്നെയും കൂടെ അഭിനയിപ്പിക്കോ? കേട്ടാ, നമ്മുടെ കൂടെ അഭിനയിപ്പിക്കോന്ന്. കേട്ടു. സി മിസ്സസ് അമ്മായി, പുതിയ ക്യാരക്ടേഴ്സ് ഞങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല, അല്ല അമ്മൂമ്മ? അതെ, ഞങ്ങൾ തമ്മിലാവുമ്പോഴേ ആ മീറ്റർ കറക്റ്റ് ആണ്. ഗൗരി ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കത്തില്ല. അമ്മായിക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഇല്ല, അല്ലേ അമ്മൂമ്മ? അതെ. അതെവൾ എൻ്റെ കൂടെ വഴക്കിടുമ്പോഴേ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. அம்மா, அப்படின்னா நான் ஒரு ஐடியா சொல்லட்டா? சொல்லிக்கோ. இப்போ என்னையும் கூட உங்க டீம்ல சேர்த்துட்டா தமிழ்நாடு ஆடியன்ஸ் கூட பாப்பாங்க. அப்போ உங்க கண்டென்ட் அங்கேயும் வைரல் ஆகும், உங்க சேனலுக்கு ரொம்ப ரீச் ஆகும். ആന്റി, ആദ്യം ഞങ്ങള് കേരളം ഒന്ന് പിടിച്ചടുക്കട്ടെ, എന്നിട്ട് തമിഴ്നാട്ടിലോട്ട് വരാം. അഭിനയിക്കാനുള്ള ചാൻസ് ഒന്നും ഞാൻ ചോദിക്കൂല. വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി തരാം. എന്താ? അഭിനയിക്കാനുള്ള ചാൻസ് ഒന്നും എനിക്ക് വേണ്ട, എന്റെ ആവശ്യമില്ല. സ്ക്രിപ്റ്റ് ഞാൻ എഴുതി തരാം. നല്ല കണ്ടന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ ആവശ്യം ഞങ്ങൾക്കും ഇല്ല. നല്ല കണ്ടന്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അല്ല അമ്മൂമ്മ? അതെ, ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ല, ഞാൻ നല്ല സാധനമുണ്ട്. നന്നായിട്ട് എഴുതി തരും. വേണ്ടേ? നീ കൂടുതൽ എഴുതി തരുമൊന്നും വേണ്ട. അല്ല, നിങ്ങള് മറ്റേ ഈ ഹിറ്റാവാൻ കാരണം ഞാനാണ്. നീ കാരണോ? അമ്മൂമ്മ, അവൻ പറയണ കേട്ടാ, നമ്മള് ഹിറ്റ് ആവാനുള്ള കാരണം അവനാണെന്ന്. എടാ, ഞങ്ങള് തകർത്ത് അഭിനയിച്ചത് കൊണ്ടാണ് ഹിറ്റ് ആയത്. ഇറ്റ് വാസ് എ ലൈവ് പെർഫോമൻസ് മാൻ. അത് തന്നെ. അഭിനയിച്ച ഞങ്ങള് പിന്നെ നിനക്ക് അത്രയ്ക്ക് വലിയ സങ്കടമൊക്കെ ആണെങ്കിൽ ഇന്നലെ ഷൂട്ട് ചെയ്തന്നില്ലേ, അതുപോലെ വേണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്തുക. പക്ഷെ ലോ ക്വാളിറ്റി വീഡിയോ പറ്റൂല, നല്ല ഹൈ ക്വാളിറ്റി വീഡിയോയില്. സാറിന് പറ്റുമോ? അഹങ്കാരം നോക്കാവളോ? അതെ, സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്കും കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാവും. എന്ത് അമ്മൂമ്മ വന്നേ, ഇവിടെ നിന്നാലേ ശരിയാവില്ല. നമുക്ക് കണ്ടന്റ് നോക്കാം. പാ. അതെ, എല്ലാത്തിനും കാരണം നീ തന്നെ. അമ്മൂമ്മ ഇങ്ങനെ വന്ന് ഞാൻ അവിടെ ചെറുക്ക, ഇതാണ് ഫ്രെയിം. ഇവിടെ നിന്നെടുത്തോളണം. ഇതിവിടെ, ഞാൻ ഇപ്പുറത്ത് വരും. ഇവിടെ ഓക്കെ, തെറ്റിക്കല്. അമ്മൂമ്മ, ഡയലോഗൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്തുവാ? അമ്മൂമ്മ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ലച്ചുവെ മുറ്റം അടിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാനില്ല എന്ന് പറയുന്നു. നമ്മുടെ വഴക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ കട്ട് വിളിക്കാം. അതെന്തിനാ? കട്ട് വിളിക്കുന്ന എന്തിനാന്ന് വെച്ചാല് അമ്മൂമ്മയുടെ അഭിനയം അപ്പം നിർത്തണം.
ഓ അങ്ങനെ ആ ആ ആ മനസ്സിലായി മനസ്സിലായി. അമ്മൂമ്മയ്ക്ക് ആ ഡയലോഗ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെ ഇതെങ്ങനെ ലൈവ് ഇടാനാണോ അതോ വീഡിയോ എടുത്തിട്ട് എങ്ങനെ? ലൈവ് ഒന്നും പോകാൻ പറ്റൂല. എങ്ങനെ അമ്മൂമ്മയൊക്കെ ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റി പറയാൻ പറ്റൊന്നുമില്ലല്ലോ. നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ടാ മതി. കോൺഫിഡൻസ് ഇല്ല. ഓ മാഡം, ആ ഡയലോഗ് പഠിക്ക് നോക്കിക്കൊണ്ടിരിക്കാണ്ട്. ആ അത്രയും കഴിവുള്ള ഒരുത്തരാണ് ഇവിടെ പിടിച്ച് വെറുതെ ഫോണും പിടിച്ച് നിർത്തിയേക്കണത്.